നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. നമുക്കറിയാം, വലിയൊരു മാറ്റം അവിടെ ക്ലബിൽ സംഭവിച്ചു കഴിഞ്ഞു. പരിശീലകനായ ചാവിക്ക് തന്റെ സ്ഥാനം നഷ്ടമായിരുന്നു. പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിലാണ് ബാഴ്സലോണ ഇപ്പോൾ ഈ ഒരു പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങുന്നത്. ചില താരങ്ങൾ ക്ലബിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ബാഴ്സയുടെ പ്രീ സീസൺ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 4 മത്സരങ്ങളാണ് ആകെ പ്രീ സീസണിൽ അവർ കളിക്കുന്നത്. അതിൽ 3 മത്സരങ്ങൾ വമ്പൻ ക്ലബ്ബുകൾക്കെതിരെയാണ്. ആദ്യത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് FC ബാഴ്സലോണയുടെ എതിരാളികൾ. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ബാഴ്സലോണ ഇത്തവണത്തെ പ്രീ സീസൺ നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 31-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 4:30-നാണ് സിറ്റിയും ബാഴ്സലോണയും തമ്മിലുള്ള ഈ ഒരു സൗഹൃദ മത്സരം അരങ്ങേറുക. അതിനുശേഷം ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമാണ് പ്രീ സീസണിൽ നമ്മെ കാത്തിരിക്കുന്നത്. ബാഴ്സയുടെ എതിരാളികൾ ചിരവൈരികളായ റയൽ മാഡ്രിഡ് ആണ്. ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4:30-നാണ് ഈ മത്സരം നടക്കുക. അതിനുശേഷം പ്രീ സീസണിലെ 3-ാമത്തെ മത്സരത്തിൽ AC മിലാന് FC ബാഴ്സലോണ നേരിടുകയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഈ 3 മത്സരങ്ങളാണ് FC ബാഴ്സലോണ കളിക്കുന്നത്. അതിനുശേഷം മറ്റൊരു സൗഹൃദ മത്സരം കൂടി ബാഴ്സ കളിക്കുന്നുണ്ട്, ജോയൻ ഗാംബർ ട്രോഫി. അത് എല്ലാ വർഷവും ബാഴ്സലോണ തങ്ങളുടെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടത്താറുണ്ട്. അതിൽ വിജയിക്കുന്നവർക്ക് ജോയൻ ഗാംബർ ട്രോഫി ലഭിക്കുകയും ചെയ്യും. FC ബാഴ്സലോണ ഇത്തവണത്തെ ആ ഒരു മത്സരത്തിൽ ഫ്രഞ്ച് ക്ലബായ മൊണോക്കോയെയാണ് നേരിടുന്നത്. അത് ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 11:30-നാണ് നടക്കുക. ഇങ്ങനെ 4 സൗഹൃദ മത്സരങ്ങളാണ് FC ബാഴ്സലോണ കളിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ലാമിൻ യമാൽ ആദ്യത്തെ 3 മത്സരങ്ങളിലും ബാഴ്സക്കൊപ്പം ഉണ്ടാവില്ല എന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം അദ്ദേഹം അമേരിക്കയിലേക്ക് പറക്കില്ല. അതോടൊപ്പം തന്നെ റൊണാൾഡ് അരോഹോക്ക് ഈ മത്സരങ്ങൾ ഒന്നും തന്നെ പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹം പരിക്ക് മൂലം വിശ്രമത്തിലാണ്. ഏകദേശം 4 മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നത് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് FC ബാഴ്സലോണ തങ്ങളുടെ സീസണിലെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കുക. ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ വലൻസിയയാണ് ബാഴ്സയുടെ എതിരാളികൾ. ഏതായാലും ഹൻസി ഫ്ലിക്കിന് കീഴിൽ ഇത്തവണ മികച്ച പ്രകടനം ബാഴ്സ നടത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.